ക്ലാസ്സുമായി നമ്മൾ ആരംഭിക്കുകയാണ്. ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വളരെ ഉത്സാഹത്തോടെ ജോയിൻ ചെയ്യുന്ന എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ഇപ്പോഴും പുതിയ സ്റ്റുഡൻസും ഒക്കെ ജോയിൻ ആയിക്കൊണ്ടിരിക്കുന്നു. അവരെ എല്ലാം പ്രത്യേക അഗാപ്പെ ഓൺലൈൻ ബൈബിൾ കോളേജിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങൾ കാണിക്കുന്ന എല്ലാ സപ്പോർട്ടിനും നന്ദിയുണ്ട്. നമുക്ക് പ്രാർത്ഥനയോടെ നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് കയറാം. ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് ആരംഭിക്കുവാൻ പ്രിയ സിസ്റ്റർ അക്സ ഡാനിഷ് ഖത്തറിൽ നിന്ന് പ്രാർത്ഥിച്ചാണ്. അക്സ ഡാനിഷ് പ്രാർത്ഥിച്ചാണ്. സ്തോത്രം 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 പിതാവേ, പിന്നെയും കർത്താവേ ഈ കർത്താവ് സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പിന്നെയും കർത്താവേ സ്ഥാനത്ത് കൂടിയിരിക്കുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവാചന കേട്ട് കർത്താവേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പന്റെ സ്ഥാനത്തിൽ കൂടിയിരിക്കുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന നടത്തുന്ന സ്തോത്രം. ആമേൻ. ആമേൻ. താങ്ക് യു സിസ്റ്റർ. ദൈവം സഹായിക്കട്ടെ. തുടർന്ന് ഇന്ന് ക്ലാസ് എടുക്കുന്നത് നമ്മളെല്ലാം അറിഞ്ഞിരിക്കുന്നത് പോലെ കർത്താവിന്റെ ദാസൻ ഡോക്ടർ സാക് വർഗീസ് ആണ്. വിഷയം അപ്പോസ്തല പ്രവൃത്തി, ആക്ട്സ് ഓഫ് അപ്പോസ്റ്റോൾസ് ആണ്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് ഒക്കെ വളരെ ഒരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയായി തീർന്നു. നമ്മൾ എന്ത് പഠിക്കുന്നോ അത് പ്രായോഗികമാക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ വളരെ വളരെ ഉത്സാഹത്തോടെ നമുക്ക് ദൈവപാദപീഠത്തിലായിരിക്കാം. തുടർന്നുള്ള ക്ലാസ്സിനായി ഡോക്ടർ സാക് വർഗീസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കേൾക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പാസ്റ്റർ ലാലു, very good. Okay. Well, greetings to all of you in the wonderful name of our Lord and Savior Jesus Christ. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. പാസ്റ്റർ ഷാജി, പാസ്റ്റർ ലാലു, പാസ്റ്റർ ഓൾ അതർ സെർവൻസ് ഓഫ് ഗാഡ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് വന്നിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും ഞാൻ എൻ്റെ സ്നേഹനേഷം അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അല്പസമയം കഴിയുമ്പോൾ എൻ്റെ മലയാളം ശരിയായിക്കോളും. സോ ഗീവ് മീ സം ടൈം. എനിവേ, നമ്മളെ കഴിഞ്ഞ ആഴ്ച അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം നമ്മൾ പഠിക്കാൻ സാധിച്ചു. ഇന്ന് 2-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഈ ഓരോ അധ്യായങ്ങളും അനേക ആഴ്ചകൾ എടുക്കാനുള്ള ക്ലാസ്സുകൾ നമുക്ക് സാധിക്കുമെന്നാൽ സമയത്ത് നമ്മൾ ഈ സെമസ്റ്റർ തീരുന്നത് കൊണ്ട് ആദ്യമായിട്ട് ഓരോ ചാപ്റ്ററുകൾ എടുത്ത് ഈ 2-ാമത്തെ ചാപ്റ്റർ നമ്മൾ ഒരു വർഷത്തിൽ 3-4 ക്ലാസ്സുകൾ അറ്റ്ലീസ്റ്റ് 2-3 ക്ലാസ്സെങ്കിലും അതിലുണ്ടായിരിക്കും. അതുകൊണ്ട് ഇന്ന് പൽക്കാലം നമുക്ക് 2-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. 1-ാം അധ്യായത്തിൻ്റെ ഒരു ചുരുക്കം പറഞ്ഞാൽ, കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പേ തൻ്റെ ശിഷ്യന്മാരുമായിട്ട് കൂടിയിരുന്ന് സംസാരിക്കുകയും സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവരോട് സംസാരിച്ച് അവരെ മനസ്സിലാക്കി, പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നിടത്തോളം നിങ്ങൾ യെരൂശലേമിലായിരിക്കണം എന്ന് പറഞ്ഞ് അവരോട് സംസാരിക്കുന്ന വിഷയമാണ് നമ്മൾ കാണുന്നത്. തുടർച്ചയായിട്ടുള്ള ഈ അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ പഠിക്കുമ്പോൾ അത് കാണുന്ന വിഷയമാണ്. ഇതിൻ്റെ ഒരു തുടക്കമാണ് പരിശുദ്ധാത്മാവ് എങ്ങനെ അപ്പോസ്തലന്മാരിൽ കൂടിയും ആദ്യ വിശ്വാസികളിൽ കൂടിയും കർത്താവ് പറഞ്ഞതുപോലെ യെരൂശലേമിലും യഹൂദിയായാലും ശമറിയായാലും ലോകത്തിൻ്റെ അറ്റത്തോളവും സുവിശേഷം എത്തിക്കണമെന്ന് പറഞ്ഞത് എങ്ങനെ ചെയ്തു. അതാണ് ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ ഒരു ചുരുക്കമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓരോ അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഓർത്തോണം, ഇതാണ് നമ്മുടെ വിഷയം. പരിശുദ്ധാത്മാവിൽ കൂടി കർത്താവ് എങ്ങനെ സഭയെ വളർത്തി. പ്രൈസ് ദി ലോർഡ്. അതാണ് ഈ സകല അധ്യായങ്ങളിലെയും വിഷയങ്ങൾ. അത് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവാണ് പ്രവർത്തിക്കുന്നത്, പരിശുദ്ധാത്മാവിൽ കൂടിയാണ് പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് ഈ കാര്യങ്ങൾക്ക് മേൽനോട്ടം നടത്തുന്നത്. അത് അപ്പോസ്തലന്മാരിൽ കൂടിയും വിശ്വാസികൾ കൂടിയും. ഈ 3 വിഷയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇന്ന് നമ്മളുടെ ശ്രദ്ധയ്ക്കായിട്ട് നമുക്ക് ആദ്യമായിട്ട് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ
1 മുതൽ ഉള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ആരെങ്കിലും മലയാളത്തിൽ ഒന്ന് വായിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. മതി. താങ്ക് യു സിസ്റ്ററെ. നിങ്ങൾക്ക് വായിക്കാൻ ഇത്രയും സന്തോഷമുള്ളതിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ 4 വാക്യങ്ങളെ വായിച്ചുള്ളെങ്കിലും ഇത് മുഴുവനും വായിക്കേണ്ടതാണെന്നാൽ നമുക്ക് സമയത്തിൻ്റെ പരിമിതമുണ്ട്. ഈ ഒരു 4 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു മുഖവര പറഞ്ഞുകൊണ്ട് നമുക്ക് ചില വിഷയത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഈ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം നോക്കുമ്പോൾ നമുക്ക് 4 ഭാഗങ്ങളായിട്ട് നമുക്ക് പഠിക്കുന്നതിന് വേണ്ടി നമുക്ക് 4 ഭാഗങ്ങളായിട്ട് ഇതിനെ തിരിക്കാം. ഒന്ന്, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, നമ്മൾ ഇപ്പോൾ വായിച്ച വാക്യങ്ങൾ പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച്, ഹല്ലേലൂയ, കർത്താവ് പറഞ്ഞ വാഗ്ദാനം അന്ന് എങ്ങനെ അവരുടെ മേൽ വന്നു എന്നാണ് 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഇത് കേട്ട ജനം, അവർ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർ പല ഭാഷകളിൽ സംസാരിച്ചത് കേട്ട ജനം അവരുടെ റെസ്പോൺസ് എന്തായിരുന്നു എന്നാണ് 2-ാമത്തെ ഈ ഭാഗം 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ 14 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ ജനക്കൂട്ടം പറഞ്ഞതിൻ്റെ ഒരു പ്രതികരണമായിട്ട് അപ്പോസ്തലനായ പത്രോസ് എന്താണ് ഈ സംഭവിച്ചത് എന്ന് പറഞ്ഞ് അവരെ കർത്താവിലേക്ക് വരുവാനുള്ള ഒരു ആഹ്വാനം കൊടുക്കുന്ന ഒരു പ്രസംഗം, പ്രൈസ് ദി ലോർഡ്, വൺ ഓഫ് ദ ആദ്യത്തെ ഒരു മെസ്സേജ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ അവസാനത്തെ 40 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് കേട്ട ജനം എങ്ങനെ അതിനോട് പ്രതികരണം ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ് ഈ പ്രധാന 4 ഭാഗങ്ങൾ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിന് 3-4 വാക്യങ്ങൾക്ക് ശേഷമായിട്ട് അവരുടെ ആദ്യ സഭയുടെ ജീവിത രീതിയെക്കുറിച്ചും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. 43 വരെയുള്ള വാക്യങ്ങൾ ആദിമസഭ അവരുടെ ജീവിത രീതി എങ്ങനായിരുന്നു എന്ന് പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം കൂടെ ഇതിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം ഈ 3 കാര്യങ്ങളാണ്. 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെ പരിശുദ്ധാത്മാവ് വന്ന കാര്യം, 5 മുതൽ 13 വരെ ജനക്കൂട്ടത്തിന്റെ പ്രതികരണം, 14 മുതൽ 39 വരെ അപ്പോസ്തലനായ പൗലോസിന്റെ പ്രതികരണം. ഈ ഭാഗങ്ങൾ നമുക്ക് വായിച്ച് 4-ാം ഭാഗത്തിലേക്ക് കടക്കാൻ സമയം നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. സമയമുണ്ടെങ്കിൽ നമുക്ക് കടക്കാം. തൽക്കാലം നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാം. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എന്താണ് ഇന്ന് രാത്രിയിലെ നമ്മുടെ പഠന വിഷയം എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. സോ അവിടെ നമ്മൾ വായിച്ചപ്പോൾ ഡേ ഓഫ് പെന്തിക്കോസ്റ്റ്, അതാണ് നമ്മുടെ ആദ്യത്തെ വിഷയം. 2-ാം അധ്യായം 1-ാം വാക്യം വായിച്ചപ്പോൾ പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ, അതാണ് ആദ്യത്തെ എൻ്റെ വിഷയം. എന്താണ് പെന്തിക്കോസ്ത് നാൾ? പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാവരും പെന്തിക്കോസുകാരാണ്. നമ്മൾ പെന്തക്കോസ് ആയിരുന്ന പോലെ ഈ അപ്പോസ്തലന്മാരും ആദ്യ ജനങ്ങളും അന്ന് പെന്തക്കോസ് ആയിരുന്നില്ല. എന്നാൽ അവരൊരു പെന്തക്കോസ് നാള് ഒരു ഉത്സവം ഉണ്ടായിരുന്നു. ആ ഉത്സവത്തിന്റെ ദിവസമാണ് കൂട് എന്നാണ് ഇവിടെ പറയുന്ന വിഷയം. പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ച് നമുക്ക് അല്പസമയം സംസാരിക്കാം. ഈ പെന്തക്കോസ് നാള് അല്ലെങ്കിൽ പെന്തക്കോസ് പെരുന്നാള് എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത 7 പെരുന്നാളുകളിൽ ഒരു പെരുന്നാളാണ്. പ്രൈസ് ദി ലോർഡ്. അത് പഠിക്കാൻ വേണ്ടി ഞാനിവിടെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് പഠിച്ചു. ഇവിടെ 7 പെരുന്നാൾ ഇതാണ്. പെസഹ പെരുന്നാള്, പിന്നെ ഫീസ്റ്റ് ദി അൺലെവൻ ബ്രെഡ്, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാള്, ആദ്യഫല പെരുന്നാള് 3-ാമത്തേത്, 4-ാമത് പെന്തക്കോസ് പെരുന്നാള്, 5-ാമത് കാഹകളുടെ പെരുന്നാള്, പിന്നെ അറ്റോൺമെന്റ്, ഡേ ഓഫ് അറ്റോൺമെന്റ്,
അതുകൂടാതെ 7ാമത് കൂടാര പെരുന്നാൾ. അങ്ങനെ 7 പെരുന്നാളുകൾ ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതേ പെരുന്നാളുകളുടെ എല്ലാം ഉദ്ദേശങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുക ഒരു നിഴലായിട്ട് കാണുന്ന വിഷയങ്ങളാണ് 7 പെരുന്നാളുകളും. പ്രൈസ് ദി ലോർഡ്. ഫീസ്റ്റ് ഓഫ് പെന്തക്കോസ്, അതാണ് നമ്മുടെ വിഷയം. പെന്തക്കോസ് പെരുന്നാൾ. അതെ, ഇപ്പം നമ്മൾ വായിച്ചത് ആ പെന്തക്കോസ് നാളിൽ, പ്രൈസ് ദി ലോർഡ്, പെന്തക്കോസ് നാൾ വന്നപ്പോൾ, അപ്പൊ ആ പെന്തക്കോസ് എന്ന് പറയുന്നത് ഈ 4ാമത്തെ പെരുന്നാളിന്റെ കാര്യമാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ പെന്തക്കോസ് വന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്നാണ് അവിടെ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ പെന്തക്കോസ് നാളിനെ കുറിച്ച് ഞാൻ 1-2 കാര്യങ്ങൾ മുഖവരയായിട്ട് ഓർപ്പിക്കാം, നിങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടി മാത്രം. അതല്ല നമ്മുടെ പഠന വിഷയം. ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈ പെന്തക്കോസ് പെരുന്നാളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ 15ഉം 16ഉം വാക്യങ്ങൾ മാത്രം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും വായിച്ചു? ഇവിടെ ഈ സ്ക്രീനിൽ പോകേണ്ടത് 15ഉം 16ഉം വാക്യങ്ങൾ വായിച്ചുകൊണ്ട് എന്താണ് ഈ പെന്തക്കോസ് നാൾ എന്ന് പറയുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. വായിച്ചാൽ. ശബത്തിന്റെ പിറ്റേന്നാൾ മുതൽ നിങ്ങൾ നീരാജനത്തിന്റെ കറ്റ കൊണ്ടുവന്ന ദിവസം മുതൽ തന്നെ എണ്ണി 7 ശബത്ത് തികയണം. 7ാമത്തെ ശബത്തിന്റെ പിറ്റേന്നാൾ വരെ 50 ദിവസം എണ്ണി യഹോവയ്ക്ക് പുതിയ ധാന്യം കൊണ്ട് ഒരു ഭോജനയാഗം അർപ്പിക്കണം. നിരാഞ്ജനത്തിന് മതി സിസ്റ്റർ, എത്ര മതി. നിങ്ങൾ സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഇതിനെ വായിച്ചോ. 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഈ ലേവ്യ പുസ്തകത്തിൽ ഇതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പെന്തക്കോസ് നാളെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇന്റർവൽ ബിറ്റ്വീൻ ഫീസ്റ്റ് ഓഫ് ഫസ്റ്റ് ഫ്രൂട്ട്സ് ആൻഡ് ദ ഫീസ്റ്റ് ഓഫ് പെന്തക്കാസ്റ്റ്. ഈ ആദ്യ ഫല ശേഖരണവും ഈ പെന്തക്കോസും തമ്മിൽ 50 ദിവസമാണ്. അവർ 49 ദിവസം. കർത്താവ് പറഞ്ഞത് ഈ ഫസ്റ്റ് ഫ്രൂട്ട്, അതാണ് ആ ശാബത്ത്. ഫസ്റ്റ് ഫ്രൂട്ട് എന്ന് പറയുന്ന ആ ആദ്യ ഫല ശേഖരണത്തിന്റെ ആ ശാബത്ത് കഴിഞ്ഞുള്ള ദിവസം മുതൽ അവിടെ പറഞ്ഞേക്കുന്നത് 7 ശബത്തുകൾ നിങ്ങൾ എണ്ണണം. അപ്പൊ 7 ശാബത്ത് എന്ന് പറയുമ്പോൾ 7നെ 7 കൊണ്ട് ഗുണിച്ചാൽ 49 ദിവസം കിട്ടും. അതാണ് ഇവിടെ പറയുന്നത്. ശബത്തിന്റെ പിറ്റേന്നാൾ മുതൽ നിങ്ങൾ നിരാജനത്തിന്റെ കറ്റ കൊണ്ടുവന്ന ദിവസം മുതൽ തന്നെ എണ്ണി 7 ശബത്ത് തികയണം. അപ്പൊ 7 ശബത്ത് എന്ന് പറയുമ്പോൾ എത്ര ദിവസമായി? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞ എത്ര ദിവസമായി? 7 ശബത്ത് എന്ന് പറഞ്ഞാൽ എത്ര ദിവസമാണ്? 49. 49 ദിവസം. എന്നിട്ട് പറഞ്ഞേക്കുന്നത് 7ാമത്തെ ശബത്തിന്റെ പിറ്റേന്നാൾ ആ ദിവസം എണ്ണി യഹോവയ്ക്ക് ഒരു പുതിയ ഭോജനയാഗം അർപ്പിക്കണം. അപ്പോൾ എത്ര ദിവസമായി? 50. 50 days. അതാണ് പെന്തക്കോസ് എന്ന് പറയുന്നതിന്റെ പെൻഡ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമാണ് ഇവിടെ 50. പെൻഡ എന്ന് പറഞ്ഞാൽ 50. അപ്പൊ എങ്ങനെയാണ് ഈ 50 ദിവസം വന്നത്? പെന്തക്കോസ് എന്നുള്ള വാക്കിന്റെ ആ പിന്നിലുള്ള ആശയം എന്താണെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ആദ്യ ഫല ശേഖരണം മുതൽ 50ാമത്തെ ദിവസം വരെ ഉള്ള ആ സമയമാണ്, ആ 50ാമത്തെ ദിവസമാണ് പെന്തക്കോസ്. ഇത് ഫീസ്റ്റ് ഓഫ് പെന്തക്കോസ്, പെന്തക്കോസ് പെരുന്നാള്. ആ പെരുന്നാളിന്റെ ദിവസമാണ് ഞാൻ പറയാൻ വന്ന വിഷയം അതാണ്. ആ ദിവസമാണ് നമ്മുടെ അപ്പോസ്തലന്മാരും വിശ്വാസികളും അവരെ നമ്മൾ വായിച്ചല്ലോ. ഇവിടെ വായിച്ചത് പെന്തക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരും അന്നത്തെ വിശ്വാസികളായിട്ടുള്ള ഏകദേശം 120ഓളം ആൾക്കാർ വരുന്ന ആ കാര്യമാണ്. എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. അപ്പോൾ പെന്തക്കോസ് നാൾ എന്താണെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈ 7 പെരുന്നാളുകളിൽ 3 പെരുന്നാളുകൾ ഇസ്രായേൽ മക്കൾക്ക് ദൈവം ഒരു പ്രത്യേക കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ മക്കളിലെ പുരുഷന്മാരായിട്ടുള്ള എല്ലാവരും ഈ 3 പെരുന്നാളുകൾക്ക് അവിടെ അവർ യെരൂശലേമിൽ ദേവാലയത്തിൽ വന്ന് സംബന്ധിക്കണമെന്നുള്ള ഒരു നിയമം പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ ദൈവം അവർ കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള അതിലൊന്നാണ് ഫീസ്റ്റ് ഓഫ് പാസ് ഓവർ. പെസഹ പെരുന്നാള്
പെന്തക്കോസ് പെരുന്നാൾ, കൂടാര പെരുന്നാൾ, ഈ 3 പെരുന്നാളുകളാണ് യഹൂദന്മാർക്ക്, പുരുഷന്മാരായിരിക്കുന്ന യഹൂദന്മാർ യെരൂശലേമിൽ വന്ന് ദേവാലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുന്ന ആ 3 പെരുന്നാളാണ്. അതിലൊന്നാണ് ഈ ഫീസ്റ്റ് ഓഫ് പെന്റക്കോസ്റ്റ്, പെന്തക്കോസ് പെരുന്നാൾ. ഇതിലൊരു പശ്ചാത്തലം എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ 50-ാമത്തെ ദിവസം ആണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഒരു കോൺവക്കേഷൻ ഉണ്ടായിരിക്കണം, ഒരു വിശുദ്ധ സഭായോഗം ഉണ്ടായിരിക്കണം. പ്രൈസ് ലോർഡ്. ആ ദിവസമാണ് ഈ അപ്പോസ്തലന്മാരെ, വിശ്വാസികളും അവരും 120 പേരായിരിക്കാം ഏകദേശം ഉണ്ടായിരുന്നവര് ഒരുമിച്ച് കൂടി വന്ന സമയം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. എക്സോഡസ് 23:17 വാക്യങ്ങൾ. ഇതിനെ 3 പെരുന്നാളുകളിൽ ഉണ്ടായിരിക്കണം. അത് ഈ പുരുഷന്മാരായ യഹൂദന്മാർ വരണം എന്ന് പറഞ്ഞിരിക്കുന്ന ആ വാക്യം അതാണ്. ഈ പെന്തക്കോസ് പെരുന്നാൾ എന്ന് പറയുന്നത് ഇതൊരു ഹാർവസ്റ്റ് ഫെസ്റ്റിവലാണ്. എന്ന് പറഞ്ഞാൽ പിന്നെ ബാർലി ഹാർവസ്റ്റും വീറ്റ് ഹാർവസ്റ്റും രണ്ടും കൂടെ തീരുന്നതായ ഒരു ഹാർവസ്റ്റിന്റെ ഒരു പെരുന്നാളാണിത്. ഇതിന് വേറൊരു ആത്മീയ പശ്ചാത്തലങ്ങളുണ്ട്. ഇസ്രായേൽ മക്കൾ ഈ മിസ്രൈമിൽ നിന്ന് വന്ന് 50 ദിവസം കഴിഞ്ഞാണ് സീനായി പർവ്വതത്തിൽ വെച്ച് കർത്താവ് അവർക്ക് കൽപ്പനകൾ കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ പെന്തക്കോസ് കൂട്ടം ആ പെന്തക്കോസ് നാളിൽ അവർ വന്നപ്പോൾ ആ വിവരം കൂടെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്ന ഒരു ആത്മീയ കാര്യം കൂടെ ഇതിൻ്റെ പിൻപിലുണ്ട്. ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് 50 ദിവസങ്ങൾക്ക് ശേഷം സീനായ് പർവ്വതത്തിൽ വെച്ച് മോശയിൽ നിന്ന് ന്യായപ്രമാണം നൽകിയതിൻ്റെ ഒരു ഓർമ്മയും കൂടാണ് ഈ പെന്തക്കോസ് പെരുന്നാൾ എന്ന് പറയുന്നത്. ഇപ്പം പെന്തക്കോസ് പെരുന്നാൾ എന്ന് പറഞ്ഞ പ്രധാന വിഷയങ്ങൾ, ഇറ്റ് ഈസ് എ ഫെസ്റ്റിവൽ ഓഫ് ഹാർവെസ്റ്റ്. അവർക്ക് ദൈവം കൊടുത്ത നന്മകൾ, അവർക്ക് കൊടുത്ത ഫലശേഖരണം, അവർക്ക് ദൈവം സഹായിച്ച് വേണ്ടുന്ന മഴയൊക്കെയും കൊടുത്ത് ആ നല്ലൊരു ഫലശേഖരണം ഉണ്ടായി. കർത്താവെ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, നീ ഞങ്ങൾക്ക് ചെയ്ത നന്മകളെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് ആ സ്തുതിയുടെയും സന്തോഷത്തിൻ്റെയും ആയിട്ടുള്ള നന്ദിയുടെയുമായിട്ടുള്ള ഒരു പെരുന്നാളാണ് ഈ പെന്തക്കോസ് പെരുന്നാൾ. തന്നെയല്ല, കർത്താവ് അവർക്ക് കൽപ്പന കൊടുത്ത് അവരുടെ മുന്നോട്ട് യാത്രയിൽ മിസ്രൈമിൽ നിന്ന്, മരുഭൂമിയിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് വരികയും അതിനുശേഷം അവരുടെ ഭാവി ജീവിതത്തിൻ്റെ കെട്ടുപടിക്ക് ആവശ്യമായിരിക്കുന്ന കൽപ്പനകൾ കൊടുക്കുകയും ചെയ്ത ദിവസമാണ് ഈ 50-ാം ദിവസം. പ്രൈസ് ദി ലോർഡ്. ആ ദിവസമാണ് ഈ അപ്പോസ്തലന്മാരും വിശ്വാസികളും ഒരുമിച്ച് കൂടി വന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാനൊന്നുകൂടെ വാക്യം വായിക്കാം. പ്രൈസ് ഗോഡ്. പെന്തക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. അപ്പോൾ പെന്തക്കോസ് എന്ന് പറയുന്നത് 50 ദിവസം, അത് ഫലശേഖരണത്തിൻ്റെ ഒരു ഫെസ്റ്റിവലാണ്. കർത്താവായ ദൈവം അവർക്ക് കൊടുത്ത കൽപ്പനകളുടെ ഓർമ്മയെക്കുറിച്ചുള്ള ഒരു ഫെസ്റ്റിവലാണ്. അത് തന്നെയല്ല, 3 പിൽഗ്രിമേജ് ഫെസ്റ്റിവൽ, യാത്ര ചെയ്ത് വരേണ്ട ആ പെരുന്നാളുകളിൽ ഒന്നാണ്. അത് യെരൂശലേമിൽ ടെമ്പിൾ, ദേവാലയത്തിൻ്റെ അവിടെ ഉള്ള ആ സ്ഥലത്താണ് വരേണ്ടത് എന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഈ പെന്തക്കോസ് നാളിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഈ അല്പസമയം ഞാൻ ഒന്ന് നിർത്തിയിട്ട് ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇത് ആസ്പദമായിരിക്കുന്നതെന്ന് ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു കാര്യം ഓർക്കണം. ഇത് ഹാർവസ്റ്റ് ഫെസ്റ്റിവലാണ്. എന്ന് പറഞ്ഞാൽ ഫലശേഖരണ ഫെസ്റ്റിവൽ. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അനവധിയായ നന്മകൾ നമുക്ക് ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പെന്തക്കോസുകാരായിരിക്കുന്ന നമ്മൾ ഒരു ദിവസമല്ല ആചരിക്കുന്നത് പെന്തക്കോസ്. നമ്മളെല്ലാ ദിവസവും നമ്മൾ പെന്തക്കോസുകാരാണ്. നമുക്ക് ആ ഒരു കർത്താവിനോടുള്ള ഒരു നന്ദി എല്ലാ ദിവസങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കും. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മകളും നീ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന്, നമ്മൾ വെക്കാത്ത വീടുകള്, കുഴിക്കാത്ത കിണറുകള്, നമ്മൾ നോക്കാത്ത കാര്യങ്ങള്, ചിന്തിക്കാത്ത വിഷയങ്ങളൊക്കെയും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ചെയ്തു തന്ന് ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ചതിനായിട്ട് കർത്താവെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു എന്നുള്ള ഒരു അനുഭവം, ഒരു പെന്തക്കോസിന്റെ അനുഭവം നമ്മളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട്, നമ്മളുടെ ജീവിതത്തിന്റെ ആ ഒരു സ്ട്രക്ചർ, അതിനൊരു പണി ചെയ്യുവാൻ വേണ്ടി ദൈവം ഒരുക്കിയ പ്രമാണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നമ്മൾ ആചരിക്കുന്നു എന്നുള്ളത്
ഈ രണ്ട് വിഷയങ്ങൾ നമ്മൾ എപ്പോഴും ഓർക്കണം. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച്, ദൈവത്തിൻ്റെ വചനം അനുസരിച്ചാണോ നമ്മൾ ജീവിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കൾ പെന്തക്കോസ്ത് നാളിൽ വന്നപ്പോൾ അവർ ദൈവത്തെ സ്തുതിച്ചു, നന്മകളെ ഓർത്ത് സ്തുതിച്ചു, അവർക്ക് കൊടുത്ത കൽപ്പനകളെ ഓർത്ത് സ്തുതിച്ചു. ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ്, ഞാൻ ഒരു നിമിഷം എടുത്തിട്ട് നിങ്ങളെല്ലാവരും കഴിവുള്ളിടത്തോളം പേരെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് കർത്താവിനെ ഒരു സമയം, ഒരു നിമിഷം ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നന്ദിയുള്ളവരായി, സന്തോഷമുള്ളവരായി, വീണ്ടും ഞാൻ വാക്യം ഒന്നുകൂടെ വായിക്കാം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. രണ്ട് വിഷയം കൂടെ പെട്ടെന്ന് ഇതിനകത്ത് കാണിച്ചു നമുക്ക് മുമ്പോട്ട് പോകാം. എത്ര പേരാണ് കൂടിയത്? 120. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാര്യം ഓർക്കണം. നമ്മുടെ സഭായോഗങ്ങളും നമ്മുടെ കൂടിവരവുകളെയൊക്കെ ചിന്തിക്കുമ്പോൾ അനേകര് ഈ കാലയളവിൽ അവർക്ക് സൗകര്യമുള്ളപ്പോഴാണ് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പെന്തക്കോസ്തിന്റെ അനുഭവം എന്ന് പറയുന്നത്, അന്ന് ദൈവം കൊടുത്ത കൽപ്പന എന്താണ്? പുരുഷന്മാരായിരിക്കുന്ന സകലരും വരണം. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ സഭയിലെ അവര് പുരുഷന്മാര് മാത്രമല്ല, ഉണ്ടായിരുന്ന എല്ലാവരും വന്നു ആ പെരുന്നാളിന് വേണ്ടി, ആ കൂടിവരവിന് വേണ്ടി, ആ വിശുദ്ധ സഭായോഗത്തിന് വേണ്ടി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ആരെയും കുറ്റം പറയല്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുമ്പോൾ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ചിന്തിക്കണം. ഞാൻ എത്രമാത്രം നമ്മുടെ വിശുദ്ധ സഭായോഗങ്ങൾക്ക് സംബന്ധിക്കുവാൻ താല്പര്യത്തോടെ, വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, സ്നേഹത്തോടെ ഞാൻ കടന്നു പോകും. അതെൻ്റെ ഒരു ജീവിതത്തിലെ ഒരു തീരുമാനമാക്കി ഇന്ന് ഇതേവരെ ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് ഈ രാത്രി കർത്താവേ, എൻ്റെ ജീവിതം മുഴുവൻ ഒരു പെന്തക്കോസിന് അനുഭവമായിട്ട്, പെന്തക്കോസുകാരിയായിരിക്കുന്ന ഞാൻ വിശുദ്ധ സഭായോഗങ്ങൾ ഞാൻ കൃത്യമായിട്ട് അത് ചെയ്യുമെന്നുള്ള ഒരു തീരുമാനം ഇന്ന് രാത്രി നമ്മൾ എടുക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരുപക്ഷെ ജോലിക്ക് പോകേണ്ടി വന്നേക്കാം, ഒരുപക്ഷെ പിള്ളേരുടെ കാര്യം നോക്കേണ്ടി വന്നേക്കാം, അനവധിയായ ലോകത്തിലെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ വിശുദ്ധ സഭായോഗത്തിന് ആഴ്ചയിൽ ഒരിക്കലും നടക്കുന്ന ആ സഭായോഗങ്ങൾക്ക് നമ്മൾ സഭയായിട്ട് അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും സഹോദരങ്ങളും സഹോദരിമാരും എല്ലാവരും കൂടി വന്ന ഒരു യോഗമായിട്ട്, വിശുദ്ധ സഭായോഗമായിട്ട് നമ്മൾ വരണം. നമ്മുടെ സഭായോഗത്തെ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അത് നമ്മളെ മാറ്റാതെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സ്വഭാവമായിട്ട് മാറണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തിലുള്ള അനുഭവം ഞാൻ പറയാം. ഞാൻ അനേക കാര്യങ്ങൾ ഇടപെടുന്ന ഒരു വ്യക്തിയാണെങ്കിലും, ഞാൻ എവിടെയാണെങ്കിലും ഞായറാഴ്ച രാവിലെ നമ്മുടെ സഭയിൽ വരണമെന്നുള്ളത് അനേക വർഷങ്ങൾക്ക് മുമ്പ് എടുത്തൊരു തീരുമാനമാണ്. ഞാനൊരു ഇവാഞ്ചലിസം മീറ്റിങ്ങിനോ മിഷണറി മീറ്റിങ്ങിനോ പോകുന്ന സമയങ്ങളല്ലാതെ ഒരു 99% സമയങ്ങളും നമ്മുടെ ഈ സഭയിൽ തന്നെ തിരിച്ചു വന്ന് ഞായറാഴ്ച എല്ലാവരോടും കൂടിച്ചേർന്ന് കർത്താവിനെ ആരാധിക്കുവാൻ കഴിഞ്ഞ ഓൾമോസ്റ്റ് 45 വർഷമായിട്ട് കർത്താവ് എനിക്ക് കൃപ തന്നു. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാണ്. സാധ്യമാക്കുവാൻ സാധിക്കാതെ ഇരിക്കുന്ന ഇന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ സാധ്യമാക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സഭയിലെ പല നേഴ്സുമാരെ അങ്ങനെയൊക്കെ ഹോസ്പിറ്റലിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. എന്നാൽ അവരിൽ ഒരു നല്ല ഭാഗവും അവർ പ്രാർത്ഥിച്ച്, കർത്താവേ, ഞായറാഴ്ച രാവിലെ
ഞങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള സമയത്തിന് പകരം കർത്താവെ ജോലി ഇല്ലാതെ ഞങ്ങൾ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി കൃപ തരണമേ, അതിനുള്ള സാഹചര്യങ്ങളെ ഒരുക്കി തരണമേ എന്ന് പറഞ്ഞ അനേകരുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. പ്രൈസ് ദി ലോർഡ്. അവർക്ക് ഞായറാഴ്ച രാവിലെ സഭായുദ്ധത്തിന് വരത്തക്ക രീതിയിൽ അവരുടെ സ്കെഡ്യൂളുകളൊക്കെയും കർത്താവ് ക്രമീകരിച്ചു കൊടുത്തു. ദൈവത്താൽ സാധ്യമാണ്. നമ്മുടെ ആഗ്രഹങ്ങളെ തരുന്ന നല്ല ദൈവത്തെ ഇന്ന് നമുക്ക് അതിനുവേണ്ടി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് കർത്താവ് എനിക്കും എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടി വരുന്ന വിശുദ്ധ സഭായോഗത്തിൽ സംബന്ധിക്കുവാൻ കർത്താവ് എനിക്കും കൃപ തരണമേ, എനിക്കതിനുള്ള സമയം തരണമേ എന്നുള്ള ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനത് നിങ്ങളെ ഒന്ന് ഒരു പ്രബോധനമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ഗാഡ്. ഇനിയും എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു എന്നാണ് നമ്മൾ വായിച്ചത്. അതാണ് ആ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ആണ് നമ്മളിപ്പോഴും സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് അൺമ്യൂട്ട് ചെയ്തിട്ട് ആരെങ്കിലും ഒന്ന് രണ്ട് ഒന്ന് പറഞ്ഞാട്ടെ, ഏതാണ് ഈ ഒരു സ്ഥലം? ഏതാണ് ഈ സ്ഥലം എന്ന് ആർക്കെങ്കിലും? ഓക്കെ, വെരി ഗുഡ്. വേറെ എന്തെങ്കിലും അഭിപ്രായമുള്ളവർ ആരെങ്കിലും ഉണ്ടോ? സിയോൻ മാളികമുറി എന്ന് പറയുന്നത് ശരിയാണോ? സിയോൻ മാളികമുറി എന്ന് പറയുന്നതും മർക്കോസ് മാളിക എന്ന് പറയുന്നതൊക്കെ സെയിം തിങ്, ഒരേ സംഭവമാണ്. വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? എവിടെങ്കിലും നമ്മുടെ വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ടോ ഇവർ കൂടി ഈ പെന്തക്കോസ്ത് നാളിൽ കൂടി വന്നത് ഈ മർക്കോസിന്റെ മാളികയിലാണെന്ന്? ഉണ്ട്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം. 2-ാം അധ്യായം പറഞ്ഞാട്ടെ. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലുണ്ട് അവരെല്ലാവരും കൂടി വന്ന് അവിടെ മാളിക മുറിയിൽ കൂടിയെന്നായിരുന്നു വായിക്കുന്നുണ്ട്. പെന്തക്കോസ്ത് നാളിൽ ഇവർ കൂടിയിരുന്നത് അവിടെ ആണെന്നുള്ളതിന് ഉള്ള വാക്യങ്ങളുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ആരെങ്കിലും അഭിപ്രായം? എന്തോ ഇല്ല സാർ, പറഞ്ഞ മനസ്സിലായില്ല. ആർക്കും അഭിപ്രായമില്ല. ഓക്കെ. ഇത് യെരുശലേമിലാണല്ലോ മർക്കോസിന്റെ മാളികയും. അപ്പോൾ യെരുശലേം എന്നുള്ള ഒരു പൊതുവായിട്ടുള്ള കാര്യമാണ്. ഇനി കുഴപ്പമില്ല, ഞാൻ എന്റെ അഭിപ്രായം പറയാം. യെരുശലേം ദേവാലയത്തിലാകണമെന്നാണ് പ്രധാനമായിട്ട്. അത് ദാറ്റ് ഈസ് എ ഗുഡ് ആൻസർ. യെരുശലേം ദേവാലയത്തിൽ ആയിരിക്കാനാണ് സാധ്യത എന്നുള്ളതാണ് കൂടുതലായിട്ടും. ഓക്കെ, താങ്ക് യു. എല്ലാരും മ്യൂട്ട് ചെയ്താട്ടെ. അപ്പോൾ സിയോൻ മാളിക അല്ല എന്നുള്ളതിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, അടുത്ത ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എല്ലാവരും മ്യൂട്ട് ചെയ്യണേ. എല്ലാവരും ഫോൺ മ്യൂട്ട് ചെയ്താൽ പ്ലീസ്. ഒരു കാര്യം പറയാം. ഇവരെ അന്ന് പരിശുദ്ധാത്മാവ് നമ്മൾ വായിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞ് അവരെല്ലാവരും അന്യഭാഷകൾ സംസാരിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ജനക്കൂട്ടം മുമ്പോട്ട് വന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്കിതിന്റെ 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലേക്ക് ഒന്ന് വായിച്ചാൽ ആരെങ്കിലും വേറെ ഒന്ന് വായിച്ചാൽ. സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. മതി. അന്ന് എവിടുന്ന് വന്നോന്നാ പറഞ്ഞേ? ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും. ഒന്നുകൂടെ ഉറക്കെ വായിച്ചാട്ടെ. അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നുള്ള യഹൂദന്മാരെ അന്ന് യെരുശലേമിൽ വന്നിരുന്നു. അതിന്റെ കാരണം എന്താണ്? അതിന്റെ 50-ാം ദിവസമായതുകൊണ്ട് പുരുഷന്മാരായിരിക്കുന്ന യഹൂദന്മാര് എവിടെ ആയിരുന്നാലും മോശയുടെ കൽപ്പന പ്രകാരം, മോശയിൽ കൂടി കർത്താവ് കൊടുത്ത കൽപ്പന പ്രകാരം പുരുഷന്മാരെ യെരുശലേമിൽ ദൈവാലയമുള്ള യെരുശലേമിൽ വന്ന് ദൈവത്തെ ആരാധിക്കണമെന്നുള്ള ആ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അന്ന് ലോകത്തിൽ, ആകാശത്തിന് കീഴിൽ ലോകത്തിലുള്ള സകല ഭാഗങ്ങളിൽ നിന്നും യഹൂദന്മാര് അവിടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ പിന്നെ
ചരിത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ചരിത്രത്തിൽ പറയുന്നത് ഏകദേശം 500,000, 500 ഈ ഇംഗ്ലീഷ് പറഞ്ഞാൽ 500,000, 500 ലക്ഷം, 500,000 ആൾക്കാരോളം അന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വന്നിരുന്നു. ചിലർ പറയുന്നു അല്ല, 3 ലക്ഷം ആൾക്കാരാണ് വന്നിരുന്നെന്ന് പറയുന്നു. എന്തെങ്കിലും ആകട്ടെ, ഇത്രയും ആൾക്കാരെ കൊണ്ട് സിയോൻ മാളികയിൽ ഇരിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അതിന്റെ ചുറ്റും വരാൻ പറ്റത്തില്ല. കാരണം സിയോൻ മാളിക അല്ലെങ്കിൽ മർക്കോസിന്റെ മാളിക എന്ന് പറയുന്നത് അത് ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. നമ്മൾ വീടുകൾ വെച്ച് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇത്രയും ആൾക്കാർക്ക് വന്ന് ഇത് കാണാനുള്ള ഒരു അവസരം ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ സംഭവം നടന്നത് കണ്ടത് അവിടെ വന്ന യെരുശലേം ദേവാലയത്തിൽ ആരാധിക്കാൻ വന്ന ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വന്ന യഹൂദന്മാരെ വലിയൊരു സംഖ്യ അത് യെരുശലേം ദേവാലയത്തിന്റെ ഒരു ഭാഗത്താണ് എന്ന് നമ്മൾ അനുമാനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സ്പഷ്ടമായ വേദവാക്യങ്ങൾ അതിനില്ല. ഇങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ചിന്തിക്കാനേ സാധിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഇത് മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. ഇതൊന്നും വലിയ വിഷയങ്ങളൊന്നും അല്ല. ഇതൊക്കെ നമ്മൾ ഇത് പഠിപ്പിക്കുന്നതുകൊണ്ട് ഒരു ചിന്തയ്ക്കായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതിന് വലിയൊരു ആത്മീയ പ്രസക്തിയുള്ള ഒരു വിഷയമല്ലാതെ, എന്നാലും ഒരു അറിവിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലേക്ക് ഒന്നുകൂടി ഒന്ന് വായിക്കാം. 2-ാം അധ്യായത്തിന്റെ 2 മുതൽ 4 വരെയുള്ള വാക്യം ഈ സ്ക്രീനിലുണ്ട്. ആരെങ്കിലും ഒരാൾ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തുനിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. മതി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ 2-ാം അധ്യായത്തിലേക്ക് വന്ന് ഇവിടെ പെന്തക്കോസ് നാളിൽ അപ്പോസ്തലന്മാരും വിശ്വാസികളും ഒരുമിച്ച് ഒരു സ്ഥലത്തായിരുന്നു. ദേവാലയത്തിലാണ് പോയിരുന്നെങ്കിലും അവർ പല സ്ഥലങ്ങളിലായിട്ടല്ല, അവരെല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഇരുന്നപ്പോൾ പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവരിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പരിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷ സംസാരിച്ചു തുടങ്ങി. ഈ ഒരു വാക്യമാണ് പലരും പറയുന്നത് അവര് ഇരുന്ന വീട് മുഴുവനും നിറച്ചു എന്നുള്ള ഒരു വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചിലരൊക്കെയും സംസാരിക്കുന്നത് ഇവര് ഇരുന്നത് മർക്കോസിന്റെ മാളികയിലായിരിക്കാം എന്നുള്ളത്. ഞാൻ അതിനെക്കുറിച്ച് വാദിക്കുന്നില്ല. നമുക്ക് വാദിക്കാനുള്ള ഒരു സമയം ഇല്ല അതിനെക്കുറിച്ച്. തൽക്കാലം നമുക്ക് അവിടെ കൊണ്ട് നിർത്താം. നമ്മുടെ വിഷയം ആ സമയത്ത് നടന്ന 4 കാര്യങ്ങൾ. ആ 3 വാക്യത്തിൽ 4 കാര്യങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു വലിയ ശബ്ദമുണ്ടായി. അവരിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയ പോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഇത് 4-ാമത്തെ വാക്യത്തിലേക്കാണ് ഞാൻ അല്പസമയം നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ ഇരുന്ന എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയ രീതിയിൽ അന്യഭാഷകളിൽ അവരെ സംസാരിച്ചു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ആദ്യ നൂറ്റാണ്ടിലെ അത്ഭുതങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ കാണുന്നത്. വലിയ ഒരു കാറ്റടിക്കുന്ന പോലൊരു ശബ്ദം. 2, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവരുടെ ഓരോരുത്തരുടെ മേലും പ്രത്യക്ഷമായി. 3ാമത് അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. 4ാമത് അവരെല്ലാവരും അന്യഭാഷകളിൽ സംസാരിച്ചു. ഒരു കാര്യം ഓർക്കണം, നമ്മൾ പിന്നീട് ഉള്ള ഭാഗങ്ങളിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം ഇവിടെ ഓർപ്പിക്കട്ടെ. അന്ന് ഉണ്ടായ അതേ അനുഭവം അതേ രീതിയിൽ പിൽക്കാലങ്ങളിൽ നടന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പം തന്നെ നമ്മൾ ഒക്കെയും ആത്മാഭിഷേകം പ്രാപിച്ചവരാണ്. നമ്മൾ ആത്മാഭിഷേകം പ്രാപിച്ചപ്പോൾ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് നിന്നൊരു വലിയ ശബ്ദമുണ്ടായ സമയങ്ങളെ വളരെ ചുരുക്കമാണ്. ജലചരിത്രത്തിൽ ചില
ഭാഗങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ചിലരുടെ മേലെ ഇവിടെ ടൊപ്പിക്ക കാൻസസിലാണെന്ന് തോന്നുന്നു, അതോ വേറെ ലോസ് ആഞ്ചലസ് ആണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഒരു പ്രാവശ്യം എല്ലാവരും കൂടി ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരെ പരിശുദ്ധാത്മാ നിറഞ്ഞു. അന്യഭാഷ സംസാരിച്ചപ്പോൾ പെട്ടെന്ന് അവരിരുന്ന ആ ബിൽഡിങ്ങിന്റെ മുകളിൽ തീ കത്തുന്നതായിട്ട് കാണുവാൻ ഇടയാകുകയും പെട്ടെന്ന് തീ കെടുത്തുവാൻ വേണ്ടി ഫയർ സ്റ്റേഷനിൽ നിന്ന് ഫയർ എഞ്ചിൻസും ഒക്കെയും വരികാൻ ഇടയായി തീർന്നു. അവർ വന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് തീയില്ല, അകത്ത് പരിശുദ്ധാത്മാഭിഷേകം നടക്കുന്നു എന്നാണ് കണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ വിഷയം, ഈ രീതിയിലുള്ള തീ കത്തുന്ന അനുഭവമോ ഭയങ്കരമായ ശബ്ദമോ നമ്മുടെ പല സമയത്തും നമ്മൾ അഭിഷേകം പ്രാപിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ കാണാറില്ല. എന്നാൽ കാണുന്ന രണ്ട് കാര്യങ്ങളാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അനേകര് പരിശുദ്ധാത്മാവ് അഭിഷേകം പ്രാപിക്കുകയും അതിൽ അനേകരെ അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന അനുഭവം നമ്മൾ കാണുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ഞാനൊരു മുഖവരിയായിട്ട് പറഞ്ഞത്, നമ്മൾ വീണ്ടും ഈ ഭാഗത്തെ കുറിച്ച് അന്യഭാഷ എപ്പോഴാണ് സംസാരിക്കുന്നത്, അന്യഭാഷ ഏത് രീതിയിലുള്ള ഭാഷകളാണ്, ഇതൊക്കെ നമുക്ക് പിന്നീടുള്ള പഠനത്തിൽ നമ്മൾ സംസാരിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് അഭിഷേകത്തിന്റെ ഒരു ലക്ഷണം തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കും, അത് അന്യഭാഷകൾ സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരാള് അന്യഭാഷകൾ സംസാരിക്കുകയാണെങ്കിൽ ആ ആളിൽ പരിശുദ്ധാത്മാഭിഷേകം വന്നിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ പരിശുദ്ധാത്മാഭിഷേകം വരുമ്പോൾ എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുമോ, അത് വേറൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും പഠിക്കാം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തില് കൊർന്നേലിയോസിന്റെ ഭവനം, അതൊരു ജെന്റൈൽ ഫാമിലി, ഒരു അവിശ്വാസിയായ ഒരു കുടുംബം വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് പത്രോസ് അവിടെ പോയി സംസാരിക്കുമ്പോൾ സ്നാനപ്പെടുന്നതിന് മുമ്പേ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർ അന്യഭാഷകൾ സംസാരിച്ചു. അപ്പോൾ അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞു, ഇങ്ങനെ അഭിഷേകം പ്രാപിച്ച് അന്യഭാഷ സംസാരിക്കുന്നവരെ എങ്ങനെ സ്നാനപ്പെടുത്താതിരിക്കാൻ സാധിക്കും എന്നുള്ളൊരു ചോദ്യം. എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞത് പല അവസരങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധാത്മാ അഭിഷേകത്തിന്റെ ഒരു അടയാളമാണ് അന്യഭാഷകൾ സംസാരിക്കുക എന്നുള്ളത്. എന്നാൽ എല്ലാ സമയത്തും ആത്മാഭിഷേകം പ്രാപിച്ചപ്പോൾ അന്യഭാഷ അന്നേരം സംസാരിച്ചതായിട്ട് നാം കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഈ വിഷയങ്ങള് കൂടുതൽ വിശദമായിട്ട് നമ്മൾ വീണ്ടും പഠിക്കാം. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, ഈ സംഭവം കണ്ടപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവര് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകൾ സംസാരിച്ചപ്പോൾ ആകാശത്തിന്റെ കീഴിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്ന് വന്ന യഹൂദന്മാരായിട്ടുള്ള ആൾക്കാർ ഇത് കണ്ടപ്പോൾ അവരെന്താണ് പറഞ്ഞെന്ന് 2-ാം അധ്യായത്തിന്റെ 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങളുണ്ട്. അതാരെങ്കിലും ഒന്ന് ശബ്ദം ഉയർത്തി ഒന്ന് വായിച്ചാൽ. യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നു കൂടി ഓരോരുത്തൻ താന്താന്റെ ഭാഷയിൽ അവർക്ക് സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നു പോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ട്, ഈ സംസാരിക്കുന്നവർ എല്ലാം ഗലീലക്കാർ അല്ലയോ? പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? ഹാത്യരും മേദ്യരും ഏലാമ്യരും മെസൊപ്പൊത്താമിയയിലും യഹൂദിയയിലും കപ്പദോക്യയിലും പന്തോസിലും ആസ്യയിലും ഫ്രുങ്കിയയിലും പംഫുല്യയിലും മിസ്രൈമിലും കുറേനയ്ക്ക് ചേർന്ന ലിബിയ പ്രദേശങ്ങളിൽ പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ച് ഇതെന്തായിരിക്കുമെന്ന് തമ്മിൽ പറഞ്ഞു. ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ച് പറഞ്ഞു. മതി സിസ്റ്റർ, താങ്ക് യു സോ മച്ച്. അതെല്ലാം വളരെ പ്രയാസമുള്ള വാക്കുകളായിരുന്നെങ്കിലും നല്ലതായിട്ട് വായിച്ചത് നന്ദി. പ്രൈസ് ദി ലോർഡ്. അവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇവരെ ഈ അന്യഭാഷകളിൽ സംസാരിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനം മുഴുവനും അത് കേട്ടു. കേട്ടവർക്കെല്ലാം അവരുടെ ഭാഷകളിൽ
ആണ് അവർ കേട്ടതെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവരാ പറഞ്ഞത്, അവരാദ്യമേ പറഞ്ഞത് ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാരാണല്ലോ, എന്നാൽ ഇവര് എങ്ങനാണ് നമ്മുടെ ഭാഷകൾ, നമ്മളും ഭാഷ്യരുണ്ട്, മേദ്യരുണ്ട്, അറബികളുണ്ട്, കപ്പതോക്കിയക്കാരുണ്ട്, അവിടുന്ന് ഇവിടുന്ന് എല്ലാം വന്ന നമ്മുടെ ഈ ഭാഷയിൽ എങ്ങനെയാണ് ഇത് പറയുന്നതെന്ന് പറഞ്ഞ് അവരെ ഭ്രമിച്ച് അന്തരിച്ച് നിൽക്കുകയാണ്, സംസാരിക്കുകയാണ്. പ്രൈസോ. അതൊരു വിഭാഗം. വേറൊരു വിഭാഗം പറഞ്ഞു, ഇവരെല്ലാം കൂടെ കള്ളു കുടിച്ച് മദ്യപാനികളായിട്ട് മദ്യം കൂടുതൽ കയറി എന്തോ വല്ലാണ്ട കാര്യങ്ങളൊക്കെ പറയുന്നു എന്ന് പറഞ്ഞു. എൻ്റെ മലയാള ഭാഷ ക്ഷമിക്കണേ, അത്ര ഇങ്ങനെയുള്ള ഇത് എന്നാണ് അവര് പറഞ്ഞത്. പ്രൈസോ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവർ അന്യഭാഷ അന്ന് സംസാരിച്ചപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, അവർ കേട്ടവർക്കെല്ലാം മനസ്സിലായി. അപ്പോൾ നമ്മളൊക്കെ സംസാരിക്കുന്ന അന്യഭാഷ അത് ശരിയാണോ, അതാണോ അന്ന് സംഭവിച്ചത് എന്ന് ഒരു പക്ഷേ ചോദിച്ചേക്കാം. ഇത് നമ്മളുടെ വേറൊരു വിഷയമാണ്. എന്നാൽ അതിൽ പെട്ടെന്ന് ഞാനൊരു മറുപടി പറഞ്ഞുകൊണ്ട് വിശദീകരിക്കാതെ മുമ്പോട്ട് പോകാം. അതൊരു ഉദാഹരണത്തിൽ കൂടെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. ഞാൻ നമ്മുടെ പാസ്റ്റർ ലാലു ആ ജന്മസ്ഥലത്ത് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വാഴൂര് 14 മൈൽ എന്ന് പറയുന്ന സ്ഥലത്ത്, കേരളത്തിൽ, നിങ്ങളുടെ അതിന് ഒരു ഒത്തന്റിസിറ്റിക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. ഒരു രാത്രിയില് ഞാൻ അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. ശുശ്രൂഷയുടെ അവസാനമായിട്ട് പ്രസംഗത്തിന് അവസാനമായിട്ട് എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ആ മീറ്റിങ്ങിൽ ആ ഹോളിന്റെ ഏറ്റവും അവസാനമായിട്ട് ഒരു വ്യക്തി ഇങ്ങനെ ഭിത്തിയെ ചാരി ഇങ്ങനെ കണ്ണോക്കി അടച്ച് ഇരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ചു. ഇത് ഓഡിബിൾ വോയിസ് അല്ല, നമ്മൾ കാതിക്കൂടെ കേൾക്കുന്ന ശബ്ദമല്ല, ഹൃദയത്തിൽ കേട്ട ഒരു ശബ്ദമാണ്. ആ പ്രിയപ്പെട്ടവന് വേണ്ടി പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ആ പ്രിയപ്പെട്ടവന്റെ അരിയിലേക്ക് പോയി അദ്ദേഹത്തിന് മേൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചത് മുഴുവനും അന്യഭാഷയിലാണ് പ്രാർത്ഥിച്ചത്. എന്താണ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. മുഴുവൻ സമയവും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് മുഴുവനും അന്യഭാഷയിൽ പ്രാർത്ഥിച്ചത് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ തിരിച്ച് സ്റ്റേജിലേക്ക് മടങ്ങി അവിടെ കയറുന്നതിന് മുമ്പ് തന്നെ ഈ പ്രിയപ്പെട്ടവർ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, എനിക്കിപ്പോൾ തന്നെ രക്ഷിക്കപ്പെടണം. അപ്പം സാധാരണ അങ്ങനെ ഒരു സംഭവം നടക്കാറില്ല. പെട്ടെന്ന് ഒരാൾ വചനം കേട്ട് എനിക്ക് രക്ഷിക്കപ്പെടണമെന്നുള്ള ഒരു കാര്യം ഒത്തിരി സാധാരണമായിട്ട് നടക്കാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചു, എന്താ പെട്ടെന്ന് ഇങ്ങനെ തീരുമാനമെടുക്കാൻ സാധിച്ചത്? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എല്ലാവരും സദസ്സിൽ ആണ്, എല്ലാവരും ചുറ്റുമുണ്ട്. അദ്ദേഹം പറഞ്ഞു, സാർ എന്നോട് പറഞ്ഞ വിവരം, ഞാൻ മിലിറ്ററിയിലായിരുന്നപ്പോൾ, അദ്ദേഹം ഒരു മിലിറ്ററി റിട്ടയർഡ് മനുഷ്യനായിരുന്നു, മിലിറ്ററിയിലായിരുന്നപ്പോൾ എനിക്ക് സംഭവിച്ച ഒരു കാര്യമാണ്. ഞാൻ എങ്ങോട്ടോ ഒരു കുഴിയിലെങ്ങാണ്ട് വീണ് കിടന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ വീണു. അതിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ കഴിവില്ലാതെ ആ കുഴിയിൽ കിടന്ന് മരിക്കുമെന്ന് വിചാരിച്ചപ്പോൾ അതുവഴി ഒരു ഭാഗം പട്ടാളക്കാർ വന്ന് അവരെന്നെ കണ്ട് എന്നെ രക്ഷിച്ചു. അതാണ് സാർ എന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞു. അത് ഈ വിവരം എനിക്കല്ലാതെ വേറെ ആർക്കും ഈ വിവരം അറിയത്തില്ല. അതുകൊണ്ട് ഇത് സാറ് പറഞ്ഞെങ്കിൽ സാറ് പറയുന്ന ദൈവം യഥാർത്ഥ ദൈവമാണെന്നും സാറെന്ന് പറഞ്ഞ ദൈവവചനം യഥാർത്ഥമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഇന്ന് രക്ഷിക്കപ്പെടും. ആ കർത്താവിന്റെ ദാസനെ അന്ന് തന്നെ ഞാൻ രക്ഷയിലേക്ക് നടത്തി. അതിനുശേഷം അദ്ദേഹം സ്നാനപ്പെടുവാനൊക്കെയും ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാൻ പറഞ്ഞതിന്റെ വിഷയം അതല്ല. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചത് അന്യഭാഷ. അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം കേട്ടത് ഇത് ഹിന്ദിയിൽ. എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം, എനിക്ക് ഹിന്ദിയിലെ 5 വാക്കുകൾ കൂടുതൽ സംസാരിക്കാൻ അറിയത്തില്ല. ആകെ എനിക്കറിയാം, ഹിന്ദി അറിയാവുന്നത് ഇഡ്ഡലി ദോശ, അലഗ് അലഗ് ദേന, സീത ജാന, ഈ 5 വാക്കുകളെ എനിക്കറിയത്തുള്ളൂ. അതുകൊണ്ട് അന്ന് ഞാൻ പറഞ്ഞ അത് അദ്ദേഹം ഹിന്ദിയിൽ കേട്ടു. ഞാൻ പറഞ്ഞ എന്താണെന്ന് എനിക്കറിയാമായിരുന്നില്ല. ഇതാണ് അന്യഭാഷയുടെ 2 വശങ്ങളെ കുറിച്ച് മുഖവരയായിട്ട് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിച്ചത്. യെരുശലേമിൽ അന്ന് ശിഷ്യന്മാര് സംസാരിച്ചത്, അപ്പോസ്തലന്മാർ സംസാരിച്ചത് യഥാർത്ഥ ഭാഷയാണോ, അതോ അവര് പറഞ്ഞത് എന്തോ ഭാഷയാണെന്ന് അവർക്ക് തന്നെ മനസ്സിലാകാത്ത അന്യഭാഷയിൽ നമ്മൾ പറയുന്ന അന്യഭാഷയാണോ
എന്ന് നമുക്കറിയത്തില്ല. എന്നാൽ കേട്ടവരെ അവർക്ക് അവരവരുടെ ഭാഷകളെ മനസ്സിലായി. ഈ പ്രിയ ദേവദാസന് 16-ാം മൈലിലുള്ള ആ ദേവദാസന്റെ ലാംഗ്വേജിൽ, ഹിന്ദി ലാംഗ്വേജിൽ, അദ്ദേഹം മലയാളിയായിരുന്നെങ്കിലും ഹിന്ദിയിൽ അദ്ദേഹം കേട്ടു. അദ്ദേഹത്തിന് മനസ്സിലായി. എനിക്കത് മനസ്സിലായില്ല. എന്നാൽ എൻ്റെ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഹിന്ദിയിൽ സംസാരിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്കും വലിയ ഒരു സന്തോഷം തോന്നി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കട്ടെ. നമുക്ക് വീണ്ടും ആ ഭാഗത്തേക്ക് നമുക്ക് വീണ്ടും ഒരു ഡീറ്റെയിൽ സ്റ്റഡി കർത്താവ് അനുവദിച്ചാൽ നമുക്ക് ഈ വിഷയം തീരുന്നതിന് മുമ്പ് നമ്മൾ നടത്തും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ ജനത്തിന്റെ പ്രതികരണം രണ്ട് രീതിയിൽ. ഒന്ന്, അവർ പറഞ്ഞു, അവരെല്ലാം പരിഭ്രമിച്ചു. എങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കും? ചിലർ പറഞ്ഞു, അല്ല, നിങ്ങൾ മദ്യം കുടിച്ച് മത്ത് പിടിച്ച് സംസാരിക്കുകയാണ് എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതിന്റെ മറുപടിയാണ് അപ്പോസ്തലനായ പൗലോസ് 2-ാം അധ്യായത്തിന്റെ 14 മുതൽ 21 വരെ വാക്യങ്ങൾ. ഞാനൊരു നിമിഷം നിർത്തിയിട്ട് ഇത്രയും കാര്യങ്ങൾ ഈ മിനിറ്റ് ഈ സമയങ്ങളിൽ നമ്മൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. അത് മനസ്സിലായവരൊക്കെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തൊന്ന് കൈ ഉയർത്തിയൊക്കെ ഒരു സ്വോത്രം ഒന്ന് പറഞ്ഞാലോ. മറ്റൊന്നും കൊണ്ടല്ല, എങ്ങനെയുണ്ട് ക്ലാസ്, മനസ്സിലായിട്ടാണോ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ്. മനസ്സിലാവുന്നുണ്ട് പാസ്റ്റർ, നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഓൺലൈൻ ക്ലാസിന്റെ ഒരു കുഴപ്പം ഇതാണ്, ഇവിടെ സംസാരിക്കുന്ന ആൾക്ക് ഒരു പിടിയില്ല നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇനി ആരെങ്കിലും ഒരാള് 2-ാം അധ്യായത്തിന്റെ 14 മുതൽ 21 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചു. അപ്പോൾ പത്രോസ് 11 പേരോട് കൊണ്ടുവന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. എന്റെ വാക്ക് ശ്രദ്ധിച്ചു കൊള്ളുവീൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3 മണി ആയിട്ടുള്ളുവല്ലോ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചതത്രേ. അതെന്തെന്നാൽ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും. രക്തവും തീയും പുകയാവിയും തന്നെ. കർത്താവിന്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരുളി ചെയ്യുന്നു. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്ക് അപ്പോസ്തലനായ പത്രോസ് ഇതിനൊരു മറുപടി പറയാണ്. ഈ ജനം ഇതെല്ലാം കേട്ട് അവര് പറഞ്ഞു, നിങ്ങൾ മദ്യം കുടിച്ച് മത്തരായിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ അപ്പോസ്തലനായ പത്രോസ് എഴുന്നേറ്റ് എന്ന് പറയുകയാണ്, ഇത് ഞങ്ങൾ മത്ത് പിടിച്ചവരല്ല, മദ്യം കുടിച്ചവരുമല്ല. കാരണം ഇപ്പോൾ രാവിലെ 9 മണിയുടെ സമയമായിട്ടുള്ളൂ. സാധാരണ കുടിക്കുന്നവരൊക്കെ വൈകുന്നേരമാണല്ലോ, അല്ലെ ഉച്ച കഴിഞ്ഞൊക്കെയാണല്ലോ കുടിക്കുന്നത്. ഇത് രാവിലെയാണ്. അതുകൊണ്ട് ഞങ്ങൾ മത്ത് കുടിച്ചതല്ല ഇത്. പിന്നെയോ യോവേൽ പ്രവചനത്തിൽ കൂടി കർത്താവ് പറഞ്ഞ, ദൈവം പറഞ്ഞ പ്രവചനത്തിന്റെ ഒരു ദൃശ്യമാണ് ഇത് ഇവിടെ നിങ്ങൾ കാണുന്നത്. ദിസ് ഈസ് നത്തിങ് ബട്ട് God prophesied through prophet Joel what will happen at the end times. അന്ത്യകാലങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് യോവേൽ പ്രവചനത്തിൽ കൂടി കർത്താവ് പറഞ്ഞ ആ കാര്യമാണ് ഇത് എന്ന്, അതിന്റെ പൂർത്തീകരണമാണ് ഇതെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. ലൂക്കോസ്, ഈ എഴുത്തുകാരനായ ലൂക്കോസ് അത് കോട്ട് ചെയ്ത് ഇവിടെ എഴുതിയതാണ് നമ്മളിപ്പോൾ വായിച്ച ഭാഗങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അത് യോവേൽ പ്രവചനം നമുക്ക് 2-ാം അധ്യായത്തിലേക്ക് പോയി അതും കൂടെ പെട്ടെന്നൊന്ന് വായിക്കാം. നമ്മുടെ സമയം ഇന്നത്തെ ക്ലാസ്. ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും. രക്തവും തീയും പുകത്തൂണും തന്നെ. യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവരും രക്ഷിക്കപ്പെടും. മതി. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടുമെന്ന്
യോവേൽ പ്രവചനത്തിൽ കൂടി യോവേലിന്റെ പ്രവചനം അപ്പോസ്തലനായ പത്രോസ് കോട്ട് ചെയ്തത് ലൂക്കോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് മറ്റൊന്നുമല്ല, ഇത് യോവേൽ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് എന്ന് നമ്മളിവിടെ കാണും. അപ്പൊ ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഇവിടെ യോവേൽ പറയുന്ന അന്ത്യനാളിൽ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും എന്ന് പറഞ്ഞ് നിങ്ങളുടെ പുത്രന്മാരും പ്രവചിക്കും, നിങ്ങളുടെ ദാസിമാരും പ്രവചിക്കും, എല്ലാവരുടെ മേലും വാർദ്ധക്യമുള്ളവരുടെ മേലും എല്ലാവരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ഇന്ന് കഴിഞ്ഞിട്ട് പിന്നെ അവസാനത്തേക്ക് വരുമ്പോൾ തീയും ഗന്ധവും കത്തുന്ന കാര്യങ്ങള്, ലോകം മുഴുവനും പിന്നെ ഇരുള് പോലുള്ള കാര്യങ്ങളെല്ലാം അതിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രവചനം, ഈ കാര്യങ്ങള് ഏത് സമയത്തേക്കുള്ള പ്രവചനമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പല പ്രവചനങ്ങള് അത് ചിലപ്പോൾ ആ പ്രവചനത്തിന്റെ ഒരു ഭാഗം ഒരു പ്രത്യേക സമയത്ത് പൂർത്തീകരിക്കപ്പെടും, അതിന്റെ മറുഭാഗം വേറൊരു സമയം, അതിന്റെ ബാക്കിയുള്ള ഭാഗം വേറൊരു സമയത്താണ് ഉണ്ടാകുന്നത്. അതുപോലെയുള്ള ഒരു പ്രവചനമാണ് ഇത്. ഈ പ്രവചനത്തിൽ ഇത് തുടങ്ങുന്നത് എങ്ങനെയാണ്? അന്ത്യനാളുകളിൽ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. അപ്പോൾ ഈ അന്ത്യനാള് എപ്പോഴാണ് തുടങ്ങിയത്? നമ്മൾ താമസിക്കുന്ന കാലയളവ് എന്തോ കാലയളവാണ്? ആരെങ്കിലും 1 2 പേരും അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാട്ടെ, എന്നാണ് ഈ അന്ത്യ കാലയളവ് തുടങ്ങിയിട്ടുള്ളത്? 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ വാക്യപ്രകാരം, ദൈവവചനപ്രകാരം നമുക്ക് പറയാൻ സാധിക്കും, അന്ത്യകാലയളവ് 2000 വർഷത്തിന് മുമ്പ്, അന്ന് പരിശുദ്ധാത്മാഭിഷേകം വന്ന ആ ദിവസം, ആ സമയത്ത് തുടങ്ങിയതാണ് അന്ത്യകാലയളവ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ താമസിക്കുന്ന കാലയളവ് അന്ത്യകാലയളവിലാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അന്ന് നടന്ന കാര്യം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്നുള്ള ആ വാഗ്ദാനം അന്ന് യെരൂശലേമിൽ ദൈവത്തിന്റെ ജനത്തിന്മേൽ പകർന്നതുപോലെ ഇന്നും പ്രൈസ് ദി ലോർഡ് നമ്മൾ ഈ അന്ത്യകാല സമയത്ത് താമസിക്കുന്ന നമുക്കും ഇതേ അനുഭവം ലഭ്യമാകാൻ സാധിക്കും. കാരണം ആ വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റി, ആ കാലയളവിലാണ്, അന്ത്യകാലയളവിലാണ് നാമും താമസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ, ആ ഭാഗ്യം ഒന്നുകൂടെ വായിച്ചായിട്ട് ആരുടെ മേലൊക്കെ അഭിഷേകം വരുമെന്ന് പറഞ്ഞ അന്ത്യകാലയളവ് സിസ്റ്റർ ഒന്നുകൂടെ വായിച്ചാലും യോവേൽ പ്രവചനത്തിൽ നിന്ന്, അല്ലെങ്കിൽ അപ്പോസ്തല പ്രവചനം വായിച്ചാലും മതി. അതിന്റെ ശേഷമോ ഞാൻ സകല നിർത്തി വായിക്കണം. ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. അന്ത്യകാല സമയത്തെ വാഗ്ദാനം ദൈവത്തിന് പൈതലെ, സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് എല്ലാവരും അഭിഷേകം പ്രാപിക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയമാണ്. അന്ന് സിയോൻ മാളികയിൽ, അന്ന് യെരൂശലേമിൽ കൂടിയിരുന്ന ആ സകലരുടെ മേലും 120 പേര് അവരെല്ലാം ഒരുമിച്ചിരുന്ന് കൂടിയ എല്ലാവരുടെ മേലും അന്ന് ദൈവത്തിന്റെ ആത്മാവ് വന്നു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അതാണ് വാഗ്ദത്തം. സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ സകല ജഡം എന്ന് ഉദ്ദേശിക്കുന്നത് ആഗ്രഹിക്കുന്ന സകല ജഡത്തിന്മേലും, അതിനുവേണ്ടി സമർപ്പിക്കുന്ന സകല ജനത്തിന്മേലും, കൽപ്പനകൾ അനുസരിക്കുന്ന, ഇതിന്റെ അവസാനം പറഞ്ഞിട്ടുണ്ട്, യഹോവയെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അങ്ങനെയുള്ള ജനത്തിന്മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ ഈ ആത്മാഭിഷേകത്തിന്റെ പല വിഷയങ്ങളുണ്ട്. ഞാൻ അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഓർക്കേണ്ട ഒരു വിഷയം ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ മകനും മകളും ബാല്യക്കാരും വേലക്കാരും സഹോദരങ്ങളും സഹോദരികളും പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും എല്ലാവരുടെ മേലും ഈ ആത്മാവിനെ പകരാൻ ഉള്ള ദൈവവാഗ്ദത്വമുണ്ട്. അതുകൊണ്ട് ഇത് ഇന്ന് ഒരു ആത്മീയ വിഷയമായിട്ട് പറഞ്ഞാൽ, ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഈ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി തന്നെ കർത്താവെ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരാമെന്നുള്ളതിൻ്റെ വാഗ്ദത്ത പ്രകാരം എൻ്റെ മേലും
കർത്താവെ ഈ ആത്മാവിനെ പകരണമേ എന്ന് ഇന്ന് രാത്രി നമ്മളൊരു തീരുമാനമെടുത്ത് ഒരു പ്രാർത്ഥനയോടുകൂടെ നമുക്ക് കടന്നു പോകണം. കർത്താവ് നിങ്ങളുടെ മേലും ആ പരിശുദ്ധാത്മാവിനെ അയക്കും. കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ദോഷികളായി നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികമായിട്ട് നൽകും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന് വൈദ്യുതി പരാശാഖ്യാപാത്രം ഇന്ന് രാത്രി ദൈവത്തിന് നമ്മളോടുള്ള താല്പര്യം, നമ്മളെല്ലാവരും ദൈവത്തിന്റെ ആത്മാവിനാണ് നിറയണമെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ യഥാർത്ഥ സാക്ഷികളായിട്ട്, ദൈവത്തിന്റെ ശക്തിയുള്ള സാക്ഷികളായിട്ട് നമ്മൾ ആയിത്തീരണമെന്നുണ്ടെങ്കിൽ ഈ അത്യന്ത ശക്തി നമ്മളുടെ മേൽ വന്നാൽ മാത്രമേ ഒരു പവർഫുൾ വിറ്റ്നസ് ആയിട്ട് നമുക്ക് ആയിത്തീരാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രി സകല ജഡത്തിന്മേലും പകരുതാമെന്ന് പറഞ്ഞ ഈ ദൈവത്തിന്റെ ആത്മീയ ശക്തി നമ്മുടെ ജീവിതത്തിന്മേലും വ്യാപരിക്കുവാൻ, ഹല്ലേലൂയ, നമ്മളുടെ കുടുംബാംഗങ്ങളുടെ മേൽ വ്യാപരിക്കുവാൻ, നമ്മളുടെ മക്കളുടെ മേൽ, പ്രൈസ് ദി ലോർഡ്, അത് 18 വയസ്സാകുന്നില്ല, ഏത് സമയത്തും അവരുടെ മേൽ വ്യാപരിക്കാൻ ദൈവാത്മാ. യോഹന്നാൻ അവന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാ നിറഞ്ഞവനാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ഈ വാക്യങ്ങൾ കേൾക്കുന്ന, ഈ വചനം കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായിട്ട് കാംക്ഷിക്കാം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായിട്ട് ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. സകല ജഡത്തിന്മേലും പരിശുദ്ധാത്മാവിനെ തരുമെന്ന് പറഞ്ഞ കർത്താവെ, ഇന്ന് ഞങ്ങളുടെ മേലും പകരണമേ എന്നുള്ള ആ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രിയിൽ നമ്മുടെ ക്ലാസ്സുകൾ ക്ലാസ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. തുടർന്നുള്ള അടുത്ത ദിവസങ്ങൾ ഈ അധ്യായത്തിൽ നിന്ന് തന്നെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കുവാനും ഞാൻ താല്പര്യപ്പെടുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഇന്ന് രാത്രി നമ്മൾ സംസാരിച്ച വിഷയം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായമാണ്. അത് 2-ാം അധ്യായത്തിലെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിച്ചു, എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ പെന്തക്കോസ്തുകാരായിരിക്കണം. നമ്മുടെ എല്ലാ ദിവസവും പെന്തക്കോസ്ത് നാളായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട്, ഹല്ലേലൂയ, അവിടെ കൂടിയിരുന്ന സകലരുടെ മേലും ദൈവത്തിന്റെ ആത്മാവ് വന്നു. പ്രൈസ് ദി ലോർഡ്. അവരെല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. അത് കേട്ട് ജനങ്ങളെല്ലാം ഓടി വന്നു. ഇതെന്താണെന്ന് പറഞ്ഞ് അവരോട് അത് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ അവർക്ക് അപ്പോസ്തലനായ പത്രോസിനെ ഒരു സാഹചര്യം ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പരിശുദ്ധാത്മാ അഭിഷേകം അത് ഒരു അടയാളമായിട്ട് മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കത് ആ വിവരം കൂടുതലായിട്ട് മുമ്പോട്ട് നമുക്ക് പഠിക്കാം. എന്നാൽ ഇന്ന് രാത്രി ഈ ക്ലാസ് അവസാനിക്കുന്ന മുമ്പേ ഈ പ്രാർത്ഥനയോടെ കടന്നു പോകണമെന്ന് നിങ്ങളോട് ഞാൻ അപേക്ഷിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവഹിതമെങ്കിൽ വീണ്ടും അടുത്ത തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കൂടാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവല്ലോ. ഇന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എല്ലാവരും ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു വ്യാപാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിനായിട്ട് എല്ലാവരും ഒരു സമർപ്പണത്തോടെ ആയിരിക്കട്ടെ. ഇതുവരെയും യഥാർത്ഥമായ ദൈവിക ശക്തി പ്രാപിക്കുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം ഹല്ലേലൂയ ആത്മാഭിഷേകം പ്രാപിച്ചുകൊണ്ട് കർത്താവിന് കൊള്ളാവുന്നവരായി പോകുവാൻ സ്വർഗം നമ്മളെ സഹായിക്കേണ്ടതിന് ഒരു സമർപ്പണത്തോടെ നമ്മൾ ക്ലാസ് കേട്ട് തൃപ്തിപ്പെടുത്തുന്നവരല്ല, പ്രായോഗിക ജീവിതത്തിൽ അതൊരനുഗ്രഹവും പ്രാവർത്തികമാകേണ്ടതിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ഈ അഗപ്പ ഓൺലൈൻ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ആ ദൈവിക ശക്തിക്കായി ഇന്ന് രാത്രി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. കർത്താവിന്റെ ദാസൻ ഇന്ന് രാത്രി സംഭവിച്ചല്ലോ. കർത്താവ് ഇന്ന് രാത്രി ദൈവാത്മാവ് നിങ്ങളായിരിക്കുന്ന ഓരോ ദൈവപ്രവൃത്തികളാകേണ്ടത് ശക്തമായി ഇടപെടുവാൻ നിങ്ങളായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ഒരു ദൈവത്തിന്റെ വലിയ ശക്തി ആദിമകാലത്ത് അനുഭവിച്ച അതേ സന്തോഷം ഇന്ന് രാത്രിയിൽ അനുഭവിക്കാൻ ഒരു സമർപ്പണത്തോടെ
നമുക്ക് ദൈവസ്ഥനിൽ കടന്നു പോകാം. ഈ ദൈവം പഠിച്ച ഈ ദൈവിക വചനം, ഈ ആത്മാവിന്റെ ശക്തി നിങ്ങളിൽ ഓരോരുത്തരും വ്യാപരിക്കേണ്ടതിനായി നമ്മൾ വളരെ ആത്മാവോടെ പ്രാർത്ഥനയോടെ നമുക്ക് തിരിയാം. Praise the Lord, 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 praise the Lord. Hallelujah, hallelujah. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും അന്യകാലമാണ് ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല സകല ജഡത്തിന്മേലും കാല സമയമല്ലോ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, മഴയായി ഒഴുകണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിലേലും വഴിയാവുന്ന വാഗ്ദത്തം ചെയ്ത ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമാകേണ്ടതിനായി ഒരു പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി നമുക്ക് മടക്കാം. പ്രത്യേക കർത്താവിന്റെ ദാസനെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. വളരെ ശക്തമായി ഹല്ലേലൂയ ഹല്ലേലൂയ പഠിപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചല്ലോ. ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി. നമുക്ക് പ്രാർത്ഥനയോടെ നമുക്ക് പിരിയാം. അവസാനമായി കർത്താവിന്റെ ബ്രദർ തോമസ് ഫിലിപ്പ്, പാസ്റ്റർ ആണെന്ന് തോന്നുന്നു, തോമസ് ഫിലിപ്പ് പ്രാർത്ഥിച്ചാണ്. കർത്താവിന്റെ ദാസൻ ഷാജിക്ക് ഡാനിയൽ ഉണ്ടെങ്കിൽ ആശീർവാദം പറയും. തോമസ് ഫിലിപ്പ് പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഒരിക്കൽ കൂടെ ഓൺലൈനായി കർത്താവെ ഞങ്ങൾക്ക് തിരുവചനം പഠിപ്പാൻ തക്കവണ്ണം ഒരുക്കി വലിയ ഭാഗ്യത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ടൈം ഷെഡ്യൂളിൽ ഇരുന്ന കർത്താവെ തിരുവചനം പഠിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഒരുക്കിയ ഈ വലിയ ഭാഗ്യത്തിനും പദവിക്കും നന്ദി കരയേറ്റുന്നു. കർത്താവെ ഹല്ലേലൂയ. പ്രിയ ഹല്ലേലൂയ സാഗ് വർഗീസ് സാറിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോസ്തലന്മാരുടെ ഹല്ലേലൂയ പ്രവൃത്തി, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഹല്ലേലൂയ എങ്ങനെ ഹല്ലേലൂയ പ്രാവർത്തികമായി എന്ന് അതിന്റെ ഹല്ലേലൂയ കൃത്യമായി ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങൾക്ക് ഹല്ലേലൂയ പഠിപ്പാൻ തക്കവണ്ണം അങ്ങ് സഹായിച്ചുവല്ലോ. കർത്താവെ ഹല്ലേലൂയ കൂടിയിരുന്ന എല്ലാവരും ആത്മാവിൽ നിറഞ്ഞതുപോലെ ഈ അന്ത്യകാലത്ത് ഞങ്ങളും ഒരുപോലെ കർത്താവെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഓരോ ദിവസവും ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ജീവിപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന കേട്ടതധികം ശ്രദ്ധയോടെ ഹൃദയത്തിൽ കരുതിക്കൊള്ളുവാൻ ഭാഗ്യം നൽകണമേ നാഥ. ഇതിന്റെ എല്ലാ ഹല്ലേലൂയ അഡ്മിന ഹല്ലേലൂയ ഫാക്കൽറ്റീസിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഹല്ലേലൂയ ക്ലാസുകൾ ഹല്ലേലൂയ അനേകരുടെ ജീവിതത്തിനും വ്യതിയാനത്തിനും ഹല്ലേലൂയ ആത്മരക്ഷയ്ക്കും ഹല്ലേലൂയ വളർച്ചയ്ക്കും അത് കാരണമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ അഡ്മിനായിരിക്കുന്ന ലാലു ജഗപാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഹല്ലേലൂയ അമിത ബലം നൽകണമേ, എനിക്ക് ഒരുക്കുവാൻ ഹല്ലേറിയ കൃപ ഹല്ലേലൂയ നൽകണമെന്ന് അഗാപ്പയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഹല്ലേലൂയ അങ്ങയുടെ വരവ് താമസിക്കുന്നുവെങ്കിൽ നാളെയും ഹല്ലേലൂയ ഞങ്ങൾക്ക് ഹല്ലേലൂയ തിരുവചനം പഠിപ്പാൻ ഹല്ലേലൂയ അവസരം നൽകണമേ. ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വവും മാത്രം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. താങ്ക് യു. ഇന്ന് രാത്രികാലം കടന്നു വന്ന് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ ആധികാരികമായ രീതിയിൽ ഇന്ന് ക്ലാസ് എടുത്ത കർത്താവിന്റെ ദാസൻ ഡോക്ടർ സാക്ക് വർഗീസിനോടുള്ള ഞങ്ങളുടെ നന്ദിയെയും സ്നേഹത്തെയും അറിയിക്കുന്നു. കർത്താവിന്റെ ദാസനെ ദൈവം വീണ്ടും ശക്തിയോടെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വിഷയം പറയട്ടെ. നമ്മുടെ ഓൺലൈനിൽ വരുന്ന മിക്കവാറും എല്ലാവരും നിങ്ങളുടെ പേരുകൾ എഴുതുന്നുണ്ട്. അതായത് ചില ആൾക്കാർ 5% ആൾക്കാർ ഇപ്പോഴും അവരുടെ പേരുകൾ എഴുതുന്നില്ല. നിങ്ങളുടെ ഐഫോൺ യൂസർ എന്നൊക്കെയാണ് വരുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പേരുകൾ കാണുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ മുഖം കാണുവാൻ താല്പര്യപ്പെടുന്നു. കഴിവതും അങ്ങനെ ചെയ്യുക. നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങളുടെ ഭവനങ്ങളിലുള്ള കുഞ്ഞുങ്ങളോടോ അവരെല്ലാം പറഞ്ഞ് അതൊന്ന് മാറ്റുന്നത് നന്നായിരിക്കും. കർത്താവ് സഹായിക്കട്ടെ. ഞാൻ പറയുന്നത് പോലെ നമ്മൾ കൂടുതൽ ആൾക്കാരെ ഇതിനകത്ത് ഇൻവൈറ്റ് ചെയ്യുകയും ചേർക്കുകയും മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുക. അടുത്ത ദിവസങ്ങളിൽ അനേക വ്യക്തികൾ കൂടി കടന്നു വന്ന് ഈ ദൈവിക വചനം പഠിക്കുവാൻ
നമ്മൾ ഉത്സാഹത്തോടെ മറ്റുള്ളവരെ ചേർക്കുവാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ വലിയ ഒരു ഫാമിലിയായി ഇത് വളരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും താല്പര്യപ്പെടുകയും ചെയ്യുന്നു. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രികാലം നമുക്ക് സമാധാനത്തോടെ കടന്നു പോകാം, ആശീർവാദത്തോടെ കടന്നു പോകാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗം കൂട്ടായ്മയും കാവലും ഇന്ന് വചനം പഠിച്ച എല്ലാ ദൈവമക്കളോടുകൂടെയും വചനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസനോടുകൂടെയും ഈ ഓൺലൈൻ ബൈബിൾ സ്കൂളിനോടുകൂടെയും ഇന്നു തരന്തേക്കും കർത്താവിന്റെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തയേശുവിൽ എന്ന കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. God bless you. Have a blessed